നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവനാമ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തയേശുവിങ്കിൽ കാക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം കഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ നമ്മോട് പറയുന്നു. എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒരു വലിയ വാഗ്ദത്തം കൂടിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളും അങ്ങനെ നാം ചെയ്യുമ്പോൾ 7-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളും ഈ വചനങ്ങൾ നമ്മെ കാണാൻ കഴിയുന്നത്. 6-ാം വാക്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ബി ആൻഷ്യസ് ഫോർ നത്തിങ് ഈസ് ലൈക്ക് എ കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും നിങ്ങളുടെ സന്തോഷവും അതിൻ്റെ കൂട്ടത്തിൽ എപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ബലമായിരിക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ നാം കാത്തുകൊള്ളണം എന്നുള്ളത് ആവശ്യമായിരിക്കുന്നു. എന്നാൽ നമ്മുടെ വിചാരങ്ങൾ പിന്നെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എനിക്ക് ഒരു ചിന്തകളുമില്ല, ഒരു വിചാരങ്ങളുമില്ല, ദുഃഖങ്ങളുമില്ല എന്ന് നടിച്ചു നടക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവരാണ്, നേരിടുന്നവരാണ്. എന്നാൽ സ്തോത്രത്തോടുകൂടെ വിത്ത് താങ്ക്സ് ഗിവിങ് നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. അപ്പോഴാണ് നാം നന്ദി പറയുന്നത്. ആരെങ്കിലും നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തന്നു, അപ്പോഴാണ് നാം അവർക്ക് താങ്ക്സ് പറയുന്നത്. എന്നാൽ ദൈവത്തോട് നാം പ്രാർത്ഥനയോട് അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നന്ദിയോട് കൂടെ തന്നെ നാം ചെല്ലണം എന്നുള്ളത് ദൈവത്തിൻ്റെ വഴിയായിരിക്കുന്നു. ദൈവം നമ്മുടെ നല്ല പിതാവായിരിക്കാൻ, ദൈവം നമുക്ക് വേണ്ടി സകലതും നൽകുവാൻ, നമ്മെ അനുഗ്രഹിക്കാൻ എല്ലായ്പ്പോഴും മനസ്സുള്ളവനായിരിക്കാൻ ഒരു വിഷയമായി ദൈവസന്നിധിയിലും ചെല്ലുമ്പോൾ നന്ദിയോട് കൂടെ ചെല്ലുവാൻ നമുക്ക് കഴിയണം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയെ മാറ്റുന്നു. നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നാം അതിനെ സ്നേഹത്തോടുകൂടെ ഇറക്കി വെക്കേണ്ടതാണ്. 7-ാം വാക്യം അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചിലതുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തയേശുവിങ്കിൽ കാക്കാം. സകല ബുദ്ധിയെയും കവിയുന്നത് എന്ന് എടുത്തു അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്തുവാണെന്ന് അറിയാമോ? മാനുഷിക പ്രവണത അനുസരിച്ച് നമുക്കൊരു കാര്യം നടന്നു കഴിഞ്ഞാണ് സന്തോഷം വരുന്നത്. അടഞ്ഞ വാതിലുകൾ നമ്മുടെ മുൻപിൽ നിൽക്കെ അവിടെ നിന്നുകൊണ്ട് നന്ദിയോടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ അപ്പോൾ തന്നെ ഉത്തരം ലഭിക്കും മുൻപ് തന്നെ വലിയൊരു ദൈവസമാധാനത്തിൻ്റെ അളവ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകുവാൻ ഇടയാവുകയാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വഴിയായി മനസ്സിലാക്കി ദൈവമക്കൾ ഇതിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ നാം നടക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ സമാധാനം നമ്മുടെ ഹൃദയത്തോടും മനസ്സിനെയും നിരന്തരമായി കാവൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.